നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. 4 ദിവസം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മുടെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ 5th ഡേ, 5ാമത്തെ ദിവസമാണ്. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം വെയിറ്റ് റിഡക്ഷൻ കിട്ടി, നിങ്ങൾക്ക് എന്തൊക്കെ ഫീൽ ചെയ്യുന്നു, വർക്കൗട്ട് കൂടി നിങ്ങൾ കറക്റ്റായിട്ട് ഇതിനോടൊപ്പം ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനോടകം നല്ലൊരു വെയിറ്റ് റിഡക്ഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കും. ബോഡിയിൽ നല്ലൊരു ഫ്ലെക്സിബിലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. പഴയ ഡ്രസ്സുകളൊക്കെ ഇടാൻ പറ്റുന്നുണ്ടായിരിക്കും. ചെറുതായിട്ട് ബോഡി ലൂസായിട്ടുണ്ടായിരിക്കും. ലൈക്ക് വെയിറ്റ് കുറഞ്ഞതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഷ്രിങ്കിങ്, ഒരു ടൈറ്റ്നസ് ബോഡിക്ക് വന്നിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ ഡയറ്റ് മാത്രം ഫോളോ ചെയ്തുകൊണ്ട് വർക്കൗട്ടൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞവരിലും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതല്ല, വർക്കൗട്ട് മാത്രം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്, ഡയറ്റ് ഞങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് ചെയ്യുന്നത് എന്ന് പറയുന്നവരോടും എനിക്കൊന്നും പറയാനില്ല. അത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്യുക. ഓക്കെ, ഇത്രയും സ്ട്രിക്റ്റായിട്ട് ഡയറ്റ് കറക്റ്റായിട്ട് ഞാൻ ഇവിടെ വന്ന ടൈമിന് പറയുന്നുണ്ട്. ആൻഡ് അത് വളരെ ഹെൽത്തിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ കാണിക്കാം, ഈ ഒരു ഡയറ്റാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട്. ഇതിൽ നത്തിങ് അൺഹെൽത്തി. അപ്പോൾ അത് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗംഭീര റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവർ എത്രത്തോളം വെയിറ്റ് റിഡക്ഷൻ ഉണ്ടായി എന്നുള്ളത് ഇതിൻ്റെ താഴെ കമൻ്റ് ഇടാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. കാരണം മറ്റുള്ളവർക്ക്, അതായത് ഒരു ഡയറ്റീഷ്യനെ വെച്ചിട്ടോ ഒരു ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ടോ വെയിറ്റ് കുറയ്ക്കാൻ പറ്റാത്ത ഒരുപാട് സാധാരണക്കാരുണ്ട്. ഞാനും ക്ലാസ് എടുക്കുന്ന ഒരാളാണ്, എനിക്ക് പ്രൈവറ്റ് ക്ലാസ് ഉണ്ട്. അപ്പോൾ അവിടെ എൻക്വയറിക്ക് വരുന്ന പലരും ചോദിക്കാറുണ്ട്, ഫീസ് കുറച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുമോ, ഫീസ് ഇല്ലാതെ. അപ്പം ഞാൻ പറയുന്നൊരു കാര്യമാണ്, യൂട്യൂബിൽ ഫ്രീ ക്ലാസ്സസ് ആണ്, നിങ്ങളത് ഫോളോ ചെയ്യണം. നിങ്ങൾക്ക് പറ്റിയ ഡയറ്റ് പ്ലാൻ അവിടെ കിട്ടുന്നതായിരിക്കും. പറ്റിയ വർക്കൗട്ട് സെറ്റും ഞാൻ നമ്പർ എണ്ണിക്കൊണ്ട് കൊണ്ടുതരുന്നുണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്യണം എന്ന്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. പ്ലീസ് ഡു ഫോളോ ഇറ്റ് സ്ട്രിക്ട്ലി കേട്ടോ. ശരി, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് മോർണിംഗ് വെയിറ്റ് ലോസ് ഡ്രിങ്ക്, ലഞ്ച്, ഡിന്നർ എന്ന് പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കാതെ ടോട്ടൽ എടുക്കുന്ന ഭക്ഷണത്തിൻ്റെ ടൈമിംഗ് പറയാം. ഓക്കെ, ഫസ്റ്റ് ഡ്രിങ്ക് എടുക്കുന്നത് 7:30 എടുക്കുക. കറക്റ്റ് ടൈം ഫോളോ ചെയ്യുക. ഇൻ ബിറ്റ്വീൻ സ്നാക്കിംഗ് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞത് തന്നെയാണ് നിങ്ങളുടെ വെയിറ്റ് റിഡക്ഷന് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഓരോ ഭക്ഷണത്തിന് ശേഷം ഒരു ഭക്ഷണം കറക്റ്റ് ടൈമിന് ഞാൻ എടുത്തു, പക്ഷേ ഇൻ ബിറ്റ്വീൻ ഞാൻ കുറച്ച് ബദാം കഴിച്ചു, ഞാൻ 2 പീനട്ടല്ലേ കഴിച്ചുള്ളൂ, ഞാൻ 2 ചിപ്സ് അല്ലേ കഴിച്ചുള്ളൂ എന്നൊക്കെ എക്സ്ക്യൂസ് പറയുന്നവരുണ്ടെങ്കിൽ അത് വെയിറ്റ് റിഡക്ഷൻ കാണിക്കില്ല. അത് ബോഡിയുടെ ഒരു രീതിയാണ്, അതങ്ങനെ തന്നെയാണ്. അത് മാറ്റാൻ വേണ്ടി ശ്രമിക്കേണ്ട, നടക്കില്ല. അപ്പോൾ ഇൻ ബിറ്റ്വീൻ സ്നാക്കിംഗ് ചെയ്യാതിരിക്കുക, ഇൻ ബിറ്റ്വീൻ ഒന്നും കഴിക്കാതിരിക്കുക. കറക്റ്റ് ടൈമിന് അത്യാവശ്യം വയറ് നിറച്ച് ഭക്ഷണം എടുക്കുക. ഓക്കെ, അപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കേണ്ട സമയം നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ബിറ്റ്വീൻ 11 and 12 ആണ് എടുക്കുന്നത്. അതൊരു ഫ്രൂട്ട് സ്മൂത്തിയാണ്. ഇഷ്ടമുള്ള ലോ കാലറി ഫ്രൂട്ട്സ് ഒരു 4 എണ്ണമെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു സ്മൂത്തി എടുക്കാം. അല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞ പോലെ 4 പീസസ് ഓഫ് പപ്പായ എടുക്കാം. 1 ഓറഞ്ച് വിത്ത് 8 ബദാം എടുക്കാം. പപ്പായയുടെ കൂടെയും നിങ്ങൾക്ക് ബദാം എടുക്കാം. ഇങ്ങനെ ഒരു 150 ml ഓഫ് ഫ്രൂട്ട് ജ്യൂസ്, അതല്ലെങ്കിൽ ഫ്രൂട്ട് സ്മൂത്തിയാണ് കുടിക്കുന്നത് എങ്കിലും അത് വയറ് നിറച്ച് കഴിച്ചൊരു ഫീലിംഗ് നമുക്ക് തരും. നല്ലപോലെ ബോഡിയെ ഹൈഡ്രേറ്റ് ചെയ്യും. ലോഡ്സ് ഓഫ് വൈറ്റമിൻസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ഗ്രീൻ കളർ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് കഴിക്കുന്നതിൽ നിന്ന് നമുക്ക് വൈറ്റമിൻ എ, സി, അയൺ, മാഗ്നീഷ്യം, പൊട്ടാസ്യം, കാൽഷ്യം ഒക്കെ കിട്ടുന്നുണ്ട്. അത് സ്കിന്നിൻ്റെ ഗ്ലോ വർദ്ധിപ്പിക്കുന്നതിനും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിനും സഹായിക്കും. ഗ്രീൻ കളർ വെജിറ്റബിൾ, ലോ കാലറി വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അതൊരു ഹൈ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രൊവൈഡർ കൂടിയാണ്. ഇങ്ങനൊരു സ്മൂത്തി അടിക്കുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഗ്രീൻ കളർ വെജിറ്റബിൾ എന്ന് പറയുന്നത് കുക്കുംബറാണ്. ഈ ഗ്രീൻ കളർ ലീഫി വെജിറ്റബിളോ അല്ലെങ്കിൽ ഗ്രീൻ കളറിലുള്ള ഗ്രീൻ ബീൻസ് ഉപയോഗിച്ചുകൊണ്ടോ ബ്രോക്കോളി ഉപയോഗിച്ചുകൊണ്ടോ നമുക്കൊരു സൈഡ് ഡിഷായിട്ട് ലഞ്ചിൻ്റെ കൂടെ എടുക്കുകയും ചെയ്യാം. അതെടുക്കുമ്പോഴും കിട്ടുന്ന ഗുണങ്ങൾ ഇത് തന്നെയാണ്. ഇനി ഓറഞ്ച് എന്ന് പറയുന്ന കളർ ഉള്ള ഫ്രൂട്ട് അല്ലെങ്കിൽ വെജിറ്റബിൾ നമ്മൾ എടുക്കുമ്പോൾ ബീറ്റാ കരോറ്റിൻ, വൈറ്റമിൻ എ, വൈറ്റമിൻ കെ, വൈറ്റമിൻ സി ആൻഡ് പൊട്ടാസ്യം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ റെഡ് കളർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ വൈറ്റമിൻ സി, വൈറ്റമിൻ എ, പൊട്ടാസ്യം ആൻഡ് ലോഡ്സ് ഓഫ് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ കൂട്ടിക്കൊണ്ടാണ് നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നത് എങ്കിൽ നമ്മുടെ ബോഡിയെ നമ്മൾ എത്ര നന്നായിയാണ് ഹെൽത്തി ആക്കുന്നത് ആൻഡ് ഹൈഡ്രേറ്റ് ചെയ്യുന്നത്. ലോഡ്സ് ഓഫ് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ വാട്ടർ കണ്ടൻ്റ് ഉള്ള ഫ്രൂട്ടുകൾ ഉള്ളിലോട്ട് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയെ ഹൈഡ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഫ്രൂട്ട് ജ്യൂസ് കൊണ്ട് അല്ലെങ്കിൽ ഫ്രൂട്ട് സ്മൂത്തി കൊണ്ട് ഒരു മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കുക. അങ്ങനെ ചെയ്യുന്ന ആളാണ് ഞാൻ എന്നുള്ള നിലയിലാണ് കേട്ടോ ഇത് ഞാൻ നിങ്ങളുടെ മുൻപിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. സോ ഹെൽത്തി സ്കിൻ കിട്ടുന്നതിന് അത് നന്നായിട്ട് സഹായിക്കും. അപ്പോൾ നമ്മുടെ ഡയറ്റിൽ സ്മൂത്തി ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു കഴിഞ്ഞു ബിറ്റ്വീൻ 11 and 12. ഇനി ഇത് ഇത്രയും ഫ്രൂട്ട്സ് ഞാൻ സ്മൂത്തി ആക്കി കുടിക്കുന്നതിനേക്കാൾ ഞാനിത് കഷ്ണമായിട്ട് പീസസ് ആയിട്ട് കഴിച്ചോട്ടെ എന്ന് ചോദിക്കുന്നവരുണ്ട്. അതിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ.
പക്ഷേ ലോ കാലറി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഏതൊക്കെയാണെന്ന് ഞാൻ കഴിഞ്ഞുള്ള വീഡിയോയിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഇനി പറഞ്ഞാൽ അത് ചിലർക്കെങ്കിലും ബോറടിക്കും, സ്ഥിരമായിട്ട് കാണുന്നവർക്ക്. ഓക്കെ, ലഞ്ച് എടുക്കേണ്ടത് 2 PM ലഞ്ച് എടുക്കുന്നത് ചപ്പാത്തി, അതിൻ്റെ കൂടെ വെജിറ്റബിൾ കറി, ഒരു വെജിറ്റബിൾ സൈഡ് ഡിഷ്. അത് സ്പ്രൗട്ടഡ് ഗ്രീൻ ഗ്രാം കൊണ്ടൊരു കറിയാണെങ്കിലും ഓക്കെയാണ്. അല്ലെങ്കിൽ സ്പ്രൗട്ടഡ് ഗ്രീൻ ഗ്രാം ഒരു സൈഡ് ഡിഷ് ആക്കിയിട്ട് സാലഡ് ആക്കിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിലും നല്ലതാണ്. ജസ്റ്റ് വേവിച്ച് 2 ടേബിൾ സ്പൂൺ എടുക്കുകയാണെങ്കിലും നല്ലതാണ്. നല്ലൊരു പ്രോട്ടീൻ പ്രൊവൈഡറാണ് സ്പ്രൗട്ടഡ് ഗ്രീൻ ഗ്രാം, അതായത് മുളപ്പിച്ച ചെറുപയർ എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ 2 ചപ്പാത്തി എടുക്കുക, മുളപ്പിച്ച ചെറുപയറിൻ്റെ ഒരു സൈഡ് ഡിഷ് ഇരുന്നോട്ടെ. അത് കറിയായിട്ട് എടുത്താലും സാലഡിൻ്റെ രൂപത്തിലെടുത്താലും ഓക്കെയാണ്. അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഒരു സൈഡ് ഡിഷ് കൂടി നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോ കാലറി വെജിറ്റബിൾ ആയിട്ടുള്ള എന്തെങ്കിലും. ഇനി അതിൻ്റെ കൂടെ ഞാൻ കപ്പ എടുത്തോട്ടെ, ചക്ക എടുത്തോട്ടെ, അല്ലെങ്കിൽ ചേന എടുത്തോട്ടെ, ചേമ്പ് എടുത്തോട്ടെ, നേന്ത്രക്കായ എടുത്തോട്ടെ, കായത്തോരൻ എടുത്തോട്ടെ എന്നൊന്നും ചോദിക്കരുത്. അതൊക്കെ ഒത്തിരി ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലുള്ള വെജിറ്റബിൾസിൻ്റെ അല്ലെങ്കിൽ കിഴങ്ങ് വർഗ്ഗങ്ങളുടെ, പൊട്ടറ്റോ ഒക്കെ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന സ്റ്റാർച്ചി ആയിട്ടുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളുടെ കാറ്റഗറിയിൽ പെടുന്നത് കൊണ്ടാണ് അത് വേണ്ടെന്ന് പറയുന്നത് കേട്ടോ. കാർബോഹൈഡ്രേറ്റ്സ് പ്രൊവൈഡറാണ്. യെസ്. പിന്നെ ചെറുതായിട്ട് വയറിന് ബ്ലോട്ടിംഗ് പോലുള്ള, അസിഡിറ്റി പോലുള്ള പ്രോബ്ലം തരുന്നത് കൊണ്ടുമാണ് അതിനെ വേണ്ടെന്ന് വയ്ക്കുന്നത്. ഇനി ലഞ്ചിനും ഡിന്നറിനും ഇടയിൽ നമ്മൾ എടുക്കാറുള്ള ഒരു സ്നാക്ക് ഉണ്ട്. ഒരു 5:30 ഒരു സ്നാക്ക് എടുക്കാം. ഇത് നിങ്ങൾക്ക് ഗ്രാജ്വലി വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. അങ്ങനെ ഒരു ക്രേവിംഗ് ഒന്നും തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ഡയറക്റ്റ് 7 PM ഡിന്നറിലോട്ട് വരാം. 2 മണിയുടെ ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ 7 PM ഡിന്നർ എടുത്തുള്ളൂ എന്ന് വെച്ചാലും കുഴപ്പമില്ല. ബാക്കി സമയം കുറച്ച് വെള്ളം കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ. അല്ല, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ക്രേവിംഗ് തോന്നുന്നു, കഴിച്ചേ പറ്റൂ എന്ന് തോന്നുന്നെങ്കിൽ ഒരു ചാൻസ് എടുക്കാൻ നിൽക്കണ്ട. ഒരു ഓറഞ്ച് കഴിക്കാം, ഒരു പോമിഗ്രാനൈറ്റ് കഴിക്കാം. എയ്തർ ഓറഞ്ച് ഓർ പോമിഗ്രാനൈറ്റ് ആണ്, രണ്ടും കൂടി കഴിച്ചേക്കരുതേ. ഓക്കെ, അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു ഫ്രൂട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റ് ഡിന്നറിലോട്ട് വരുന്നു. 7 PM ഡിന്നർ എടുക്കുന്നത് 2 ഇഡ്ഡലിയാണ്. ഇതിന് പകരം നിങ്ങൾക്കൊരു വലിയൊരു ആട്ടദോശ എടുക്കാം, അല്ലെങ്കിൽ ഒരു വലിയ റൈസ് ദോശ എടുക്കാം. അതിൻ്റെ കൂടെ എന്തെങ്കിലും ചമ്മന്തിയോ ചട്നിയോ എന്തെങ്കിലും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഞാൻ നേരത്തെ സ്നാക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. എപ്പം ഞാൻ സ്നാക്സ് കഴിക്കരുതെന്ന് പറയുമ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഡേഞ്ചറസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഓക്കെ അല്ലാത്ത വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്നാക്സ് ഏതൊക്കെയാണെന്ന് പെട്ടെന്ന് പറയാമോ എന്ന്. അങ്ങനെയുള്ള കുറച്ച് സ്നാക്സിനെ പറ്റി പെട്ടെന്ന് പറയാം. ഒന്ന്, നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ ഫ്രൈഡ് ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കാൻ എൻജോയ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ആദ്യം പോകുന്ന ഒരു കാര്യമാണ്, ഇന്നത്തെ ജനറേഷൻ പോകുന്നത് ഫ്രഞ്ച് ഫ്രൈസിലോട്ടാണ്. ഫ്രഞ്ച് ഫ്രൈസ് വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇനി നമ്മൾ കേരളൈറ്റ്സ് ആണെങ്കിൽ, സ്പെഷ്യലി ഞാൻ ഉൾപ്പെടെ, ആ ചിപ്സ് ആയിരിക്കും നെക്സ്റ്റ് ചോയ്സ്. അത് തീർച്ചയായിട്ടും വെരി അൺഹെൽത്തി ആയിട്ടുള്ള അടുത്ത ഒരു സ്നാക്കാണ്. ആൻഡ് ബേക്ക്ഡ് ഫുഡ്സ് എന്ത് കഴിക്കുവാണെങ്കിലും അതും അൺഹെൽത്തിയാണ്. അൺഹെൽത്തി ഇൻ ദ സെൻസ് നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ തരുന്ന ഒരു കാര്യമാണ്. വീക്ക്ലി വൺസോ അല്ലെങ്കിൽ വൺസ് ഇൻ എ മന്തൊക്കെ കഴിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ല. പക്ഷേ നിങ്ങളത് റെഗുലർ ഹാബിറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി വെരി ഡേഞ്ചറസ്. എന്തെങ്കിലും സോഡ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബോട്ടിൽഡ് ഡ്രിങ്കുകൾ ഇല്ലാതെ ഒരു കുട്ടി പാർട്ടി പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അത് നിങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിലും വെരി വെരി അൺഹെൽത്തിയാണ്. ഹോട്ട് ഡോഗ് പോലുള്ള ഐറ്റംസ്, അതുപോലെ ഫാസ്റ്റ് ഫുഡുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ, പ്രോസസ്ഡ് മീറ്റ് സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ, ആൻഡ് ആൽക്കഹോൾ കൺസംഷൻ നിങ്ങൾക്കൊരു ഹാബിറ്റ് ആണെങ്കിൽ, ബിസ്ക്കറ്റ്സ് സ്ഥിരമായിട്ട് കഴിച്ചേ പറ്റൂ എന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ, പൊട്ടറ്റോ ഫ്രൈസ് അനദർ വില്ലനാണ്. സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു സ്വഭാവം, അല്ലെങ്കിൽ അത് പാക്കറ്റിൽ കിട്ടുമ്പോൾ ഇങ്ങനെ കണ്ണും പൂട്ടി കഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ, ഇതൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സ്നാക്സാണ്. ഇത് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ഉള്ളിൽ ബാഡ് കൊളസ്ട്രോൾ ഉണ്ടാവുന്നതിന് കാരണമാവും എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നീട് അത് ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിലോട്ട് ബോഡിയെ കൊണ്ടുപോകുന്നതിന് കാരണമാവും. അതുകൊണ്ട് പ്ലീസ് ബി കെയർഫുൾ. ഓക്കെ, പിന്നെ ഞാൻ എപ്പോഴും ഫുഡിൻ്റെ ബാഡ് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ ദുരന്തം പറയുവാണല്ലോ എന്ന് വിചാരിക്കും. അതുകൊണ്ട് ഹെൽത്തി ആയിരിക്കുക, നല്ല ഫുഡുകൾ ദിവസേന ഡയറ്റിൽ ഉൾപ്പെടുത്താനും ഇതുപോലുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ വൺസ് ഇൻ എ വൈലൊക്കെ എൻജോയ് ചെയ്യുന്നതിന് മാത്രമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുക. അപ്പോൾ എപ്പോഴും ഫിറ്റായിരിക്കാം. പിന്നെ ഇടയ്ക്കൊരു മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുക. ബോഡി ഫിറ്റാണെന്ന് നമ്മുടെ ബോഡി ഫിറ്റാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തിക്കൊണ്ട് മുന്നേറുക. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത ഡയറ്റുമായിട്ട് നാളെ വരും. നമുക്ക് 7 days ആണ്, നാളെ 6th day ആണ് കേട്ടോ, ഇന്ന് 5th day ആണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇതൊക്കെ കേട്ടുകൊണ്ട് പ്രൈവറ്റ് ക്ലാസ്സിൽ എൻ്റെ ക്ലയൻ്റ് ആയിരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ വരാലോ. ഇൻസ്റ്റഗ്രാം ID @the vlogger എന്നാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ലവ് യു.